കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് PSC പരീക്ഷാ പേപ്പറിൽ ചോദ്യം. ലാസ്റ്റ് ഗ്രേഡ് പ്രിലിമിനറി പരീക്ഷയുടെ 34ാമത്തെ ചോദ്യമായി കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ദിവസം ഉൾപ്പെടുത്തി. ഒരു ഓൺലൈൻ കൂട്ടായ്മ മാത്രമായ CJPയെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിൽ PSCക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുകയാണ്. പ്രശാന്ത്, പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കുമിള അത് PSCക്ക് ഒരു ചോദ്യമായി മാറുന്നു. എന്താണ് ചോദ്യപേപ്പറിലെ ആ ചോദ്യം? കൃഷ്ണരാജ്, PSC CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊട്ടിമുളയ്ക്കപ്പെട്ട ഒരു മൂവ്മെന്റിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് PSC സ്വീകരിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പ്രിലിമിനറി എക്സാമിനാണ് ഇത്തരത്തിൽ 34ാമത്തെ ചോദ്യമായിട്ട് ഈ PSCയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് എന്നടക്കമുള്ള വിവരങ്ങളാണ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 34ാമത്തെ ചോദ്യമാണ് ഈ PSC പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, PSC സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ PSCയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയ, അതായത് എക്സാമിന് തന്നെ മാസങ്ങൾക്ക് മുമ്പേ ചോദ്യപേപ്പർ തയ്യാറായിരിക്കും. എന്നിരിക്കെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന ഒരു സമരവും ഒരു മാസത്തിനുള്ളിൽ നടന്ന ഒരു മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടേക്കുള്ള അവരുടെ പേരും മറ്റ് ഇത്തരത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് സ്ഥാപിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഈ PSCയുടെ ചോദ്യപേപ്പറിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് ഈ അടുത്ത സമയത്ത്, അതായത് PSC പരീക്ഷ ഈ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പ്രിലിമിനറി പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പോ ഒക്കെ ആയിരിക്കാം ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമായിട്ടാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പിഴവായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷകൾ പല ഘട്ടങ്ങളിലായിട്ടുള്ള പരിശോധനകൾ അതെല്ലാം കടന്നാണ് PSC ചോദ്യപേപ്പർ എത്തുന്നത്. ആ ചോദ്യപേപ്പർ അങ്ങനെ തയ്യാറാക്കേണ്ട ചോദ്യപേപ്പറിലാണ് ഇത്തരത്തിൽ ഒരു മാസം മുമ്പ് നടന്നൊരു മൂവ്മെൻറ്റും ആ മൂവ്മെൻറ്റിൻ്റെ പേരും അടക്കം ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന CJP എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു സാംസ്കാരിക സംഘടനയല്ല. മാത്രമല്ല, രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട്, രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുമല്ല CJP എന്ന ഈ പ്രസ്ഥാനം. എന്നിരിക്കെയാണ് PSC അതിൽ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല, PSC തന്നെ രാജ്യത്തെ ഒരു പരീക്ഷാ സമ്പ്രദായം പരീക്ഷ നടപ്പിലാക്കുന്ന ഒരു സംവിധാനം തന്നെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപിടിക്കുന്നു, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ ശൈക്ഷിക് മഹാസംഘ അടക്കമുള്ള സംഘടനകളും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരം, ആ സമരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ കൂടിയിട്ടുണ്ട് എന്ന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല, രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 317 അത് പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ പല ഉമർ ഖാലിദ് അടക്കമുള്ള രാജ്യദ്രോഹികളെ ജയിലിൽ കഴിയുന്ന അവരെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ കാശ്മീരിയുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങൾ വരുന്നു, ആസാദി മുദ്രാവാക്യങ്ങൾ വരുന്നു. ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ് ആണ് ഇത്തരത്തിൽ ദേശവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, സ്ലോഗനുകളെല്ലാം എഴുതിയത്. മാത്രമല്ല, ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, നിരവധി ക്രിമിനലുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് PSC പരീക്ഷാ ചോദ്യപേപ്പറിൽ ചോദ്യം. വിമർശനം ശക്തമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.